നാട്ടിൽ ഓരോ മാറ്റങ്ങൾ വരുമ്പോ അതിനനുസരിച്ച് മനുഷ്യന്മാരും മാറൂലേ? ഇതെന്താ എടുത്തു നോക്കുന്നു? പെങ്ങളെ കുഞ്ഞിനോട് മേടിച്ചടാ. അവരിങ്ങോട്ട് വരാറില്ലേ? കൊറേ ആയല്ലോ കണ്ടിട്ട്. ആ റോഡിലൂടെ ബസ് സർവീസ് ഉണ്ട്. അവളുടെ നാട്ടിൽ നിന്ന് ബസ് കയറിയിരുന്ന അവിടെ വന്ന് ഇറങ്ങാം. പക്ഷെ ബസ് ടിക്കറ്റിന്റെ കാശ് കൊടുക്കാൻ പഠിച്ചിട്ട് ഈ ഭാഗത്തേക്കോട് വരില്ല. ഇങ്ങനെ ഒരു ഭൂലോക പിശിക്ക്. ഇവളെന്റെ പെങ്ങള് തന്നെയാണോന്ന് എനിക്ക് ചിലപ്പോഴൊക്കെ സംശയം തോന്നാറുണ്ട്. എനിക്ക് വീട് ഓർമ്മയുണ്ടാ? കല്യാണം കഴിയുന്നതിന് മുമ്പ് നീ ഇവിടെയാ താമസിച്ചേ. എടാ, അച്ഛനും അമ്മയും ഇല്ലാത്തതിനെ കൊണ്ട് ഇവിടെ വരാൻ തോന്നുന്നു വരില്ല ഇപ്പൊ. അപ്പൊ ഞാനിവിടെ ഒറ്റക്കല്ലേ? എടാ, നീയുടെ ഒറ്റക്കാന്ന് വെച്ചാൽ അതൊക്കെ നല്ല സങ്കടമുണ്ട്. ഇന്നലെ രാത്രിയും കൂടി ഞാൻ ഇന്ന സ്വപ്നം കണ്ടി ഞാൻ കരഞ്ഞു. അതുകൊണ്ടല്ലേ ഞാൻ രാവിലെ തന്നെ ഇടന്നെ കാണാൻ ഓടി വന്നേ. ഞാൻ മരിച്ചുപോയിന്നാണോ? അല്ലടാ, നിന്റെ കല്യാണം ഒന്നും നോക്കുന്നില്ലേ? ഇപ്പൊ ഒന്ന് കഴിഞ്ഞല്ലേ, കുറച്ച് കഴിഞ്ഞിട്ട്. അല്ല, ഇന്റെ കല്യാണം കഴിഞ്ഞാ ഇപ്പൊ നാട്ടിലെ വിശേഷം ഒന്നും അറിയുന്നില്ല. എന്തേ വാച്ചൊന്നു പോയാ? നിന്റെ അടുത്ത് കൊറേ നേരം നിക്കണമെന്നുണ്ടടാ. പക്ഷെ എങ്കിലേ ഒന്ന് അമ്മായിന്റെ അടുത്തും പോണം, ഒന്ന് ഇളയമ്മന്റെ അടുത്തും പോണം. ഇളയമ്മക്ക് കൊറേ ആയില്ലേ സുഖമില്ലാണ്ട് നിൽക്കുന്നേ. ഒന്ന് പോയി കണ്ടിട്ട് വിശേഷം അറിഞ്ഞിട്ട് വരട്ടെ. എപ്പോഴാ തുടങ്ങിയേ? എന്ത് പട്ട് ഒമ്പി സ്വഭാവം ഇല്ലാത്തയാണല്ല. നാട്ടിൽ ഓരോ മാറ്റങ്ങൾ വരുമ്പോ അതിനനുസരിച്ച് മനുഷ്യന്മാരും മാറൂലേ? അങ്ങനെ ഇടക്കിടക്ക് വാച്ച് നോക്കി കേട്ടുന്നു. ഓ അതാ. അതെ, ഇപ്പൊ 11:30 KSRTCക്ക് പോയി കഴിഞ്ഞാല് അണ്ടലൂര് അമ്മായിന്റെ വീട്ടില് ഒരു 12:30 ആകുമ്പത്തേക്ക് എത്താം. ആടുന്ന് അമ്മായിന്റെ എടുക്കുന്ന ചോറെല്ലാം തന്നെ ഒരു 1:30 ആകുമ്പത്തേക്ക് അഞ്ചരക്കണ്ടി ഇളയമ്മന്റെ വീട്ടിലേക്ക് ഒരു KSRTC ഉണ്ട്. അതിൽ പോയി കഴിഞ്ഞാല് ഒരു 2:15 ആകുമ്പത്തേക്ക് ആടിയെത്തും. ഇളയമ്മനോട് സുഖവിവരെല്ലാം അന്വേഷിച്ച് ഒരു 4:45 ആകുമ്പത്തേക്ക് ചായയെല്ലാം കുടിച്ച് എന്റെ വീട്ടിലേക്ക് 6 മണിക്ക് മുന്നേ അടുത്ത KSRTCക്ക് സുഖമായിട്ട് വീട്ടിലെത്തും. ഒറ്റ പൈസ ചെലവില്ല.